ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ബേക്സ് ആൻഡ് കറീസ്. എൻ്റെ ബാൽക്കണിയിലെ ചെടികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യം ഒരു ബാൽക്കണിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കുറച്ച് പേരൊക്കെ കണ്ട് നല്ല നല്ല കമൻസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗാർഡൻ്റെ ടിപ്സൊക്കെ വെച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ അധികം ആൾക്കാരും ബാൽക്കണി ഉപയോഗിക്കുന്നത് തുണി വിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതിന് പകരം നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ചെറിയ രീതിയിൽ നമുക്ക് നട്ട് അതുണ്ടായി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും മനസ്സിന്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അതുപോലെ കമൻസൊക്കെ അയക്കുന്നതിന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അടുക്കളയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ബാൽക്കണി. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്. തക്കാളി നടുമ്പോൾ എപ്പോഴും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കുറച്ചും കൂടെ നല്ല വലിയ തക്കാളിയായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം ടൈപ്പ് കിട്ടിയില്ല ഇപ്രാവശ്യം. അപ്പോൾ അതുകൊണ്ട് അതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ ടൈപ്പായിരുന്നു കേട്ടോ നട്ടത്. പിന്നെ കുറച്ച് പേര് ചോദിക്കാറുണ്ട് തക്കാളിയുടെ വിത്തൊക്കെ എവിടുന്നാണ് മേടിക്കുന്നത്, എങ്ങനത്തെ ടൈപ്പാണ് മേടിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെയും തക്കാളിയുടെ വിത്ത് മേടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല ഏതാ നല്ലതെന്നൊന്നും. ഞാൻ സാധാരണ ചെയ്യുന്ന നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളി ചിലപ്പോൾ 1-2 ഒക്കെ ചീഞ്ഞ് പോകാം. അപ്പോൾ ആ തക്കാളി എടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഒന്ന് സ്ക്വീസ് ചെയ്തിടും. അപ്പോൾ അതിലെ വിത്തുകളൊക്കെ അതിൽ ചാടും. എന്നിട്ട് അതവിടെ കിടന്ന് തന്നെ മുളച്ച് വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി നോക്കിയിട്ട് വേറെ ചട്ടിയിലേക്ക് പറിച്ച് മാറ്റി നടും. അങ്ങനെയാണ് ഇത്ര നാളും തക്കാളി നട്ടതെല്ലാം. ഇപ്പോൾ ഒരു തക്കാളിയിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടമാനം തൈകളുണ്ടായി വരും. അപ്പോൾ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചിലതൊക്കെ തീരെ ചെറുതായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള തൈ നോക്കിയിട്ട് പറിച്ച് വേറെ ചട്ടിയിലേക്ക് മാറ്റി നടുക കേട്ടോ ചെയ്യേണ്ടത്. ഞങ്ങൾ ദുബായിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചൂട് കഴിയുന്ന സമയത്താണ് സാധാരണ തക്കാളിയൊക്കെ നടാറ്. പക്ഷേ ഈ പ്രാവശ്യം സമ്മറിലൊരു ഷെയ്ഡൊക്കെ കൊടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കുന്നത് മെയിൻലി നമ്മുടെ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റ് തന്നെയാണ്. അതായത് നമ്മുടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ആ വേസ്റ്റ്, പിന്നെ തേയില ഉപയോഗിച്ചതിൻ്റെ ആ വേസ്റ്റ്, പിന്നെ അതുപോലെ മുട്ടത്തൊണ്ട്, പിന്നെ അതുപോലെ ചാണകപ്പൊടി, അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അല്ലാതെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ മത്തിയുടെ വേസ്റ്റ് എല്ലാം കൂടി ചേർത്തൊരു വളം ഉണ്ടാക്കിയിട്ട് അതും ഉപയോഗിക്കാറുണ്ട്. അത് നല്ല എഫക്റ്റീവ് ആട്ടോ. അത് നമ്മുടെ കറിവേപ്പിലയ്ക്കും അതുപോലെ തക്കാളിയും എല്ലാത്തിനും നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് മത്തി വളം. പിന്നെ ദുബായിൽ എവിടെയാണ് ചാണകപ്പൊടിയൊക്കെ കിട്ടുന്നതെന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാനൊരു പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റിലൊക്കെ ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അത് കുറച്ച് നാൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു പ്രാവശ്യം റാസൽ കൈമയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കയറിയതാണ്. അപ്പോൾ ചോദിച്ചപ്പം അവിടെ ചാണകപ്പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കുറച്ച് അവിടെ നിന്ന് തന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയുള്ളത് നമ്മുടെ ഈ ദുബായിലാണെങ്കിൽ ഖവാനിജ് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ കുറച്ച് ഷോപ്പൊക്കെ ഉണ്ട് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. കോഴിയുടെ വേസ്റ്റും അങ്ങനെ ചാണകപ്പൊടിയും എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെയുള്ളത് കാറ്റിൽ മാർക്കറ്റ് ഉണ്ട് കിസൈസിലും, അതുപോലെ ഷാർജയിൽ എവിടെയാണെന്ന് എനിക്കറിയില്ല. കിസൈസിലെ കാറ്റിൽ മാർക്കറ്റിൽ ഉണ്ട് ചാണകപ്പൊടി, ഞാൻ മേടിച്ചിട്ടുണ്ട് അവിടെ നിന്ന്. പിന്നെ ഇതിൻ്റെ തൈകൾ നമ്മൾ പറിച്ച് മാറ്റി നടുമ്പോൾ തീരെ ചെറുതായിരിക്കുമ്പോൾ പറിക്കരുത്. ഒരു 4-5 ഇലയൊക്കെ ആയി കഴിയുമ്പോൾ വേണം പറിച്ച് മാറ്റി നടാൻ. ഈ തക്കാളി ചെടിയെല്ലാം ഞാൻ നട്ടത് ഫെബ്രുവരിയിലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചെടിയൊക്കെ വളർന്ന് നന്നായിട്ട് കായൊക്കെ ഉണ്ടായി പാകമായി വരാൻ വേണ്ടിയിട്ട്
ഏകദേശം ഒരു 3 മാസമൊക്കെ സമയം വേണ്ടി വരും. തക്കാളിയുടെ നനയ്ക്കുന്ന രീതി എന്ന് വെച്ചാൽ തണുപ്പുള്ള സമയത്ത് 1.5 വാടമൊക്കെ നനച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴാണെങ്കിലും നനച്ചാലും കുഴപ്പമില്ല. ചൂടുള്ള സമയത്താണെങ്കിൽ ഡെയിലി നനച്ച് കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ തക്കാളി നടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചെടികൾക്ക് കീടശല്യം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ചെടി കണ്ടില്ലേ, അതിനകത്ത് ഈ സ്പൈഡർ മൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസെക്റ്റ് വന്നിട്ട് ആ ഇലയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ആയി പോയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും നമ്മുടെ വീഡിയോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇപ്പോൾ പറയാത്തത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് തക്കാളിയെ പറ്റി പറയാനുള്ളത്. ഏകദേശം ഇപ്പോൾ എല്ലാം പറഞ്ഞെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരാവേ. അപ്പോൾ ഇനി ബാക്കിയുള്ള ചെടികളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അല്ലേ. പിന്നെ ഇതെൻ്റെ കറിവേപ്പിലയാണ്. നമ്മളാദ്യം ഒരു കറിവേപ്പിലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ മറക്കാതെ ഒന്ന് കാണണം കേട്ടോ ആ വീഡിയോ. പിന്നെ ഈ കറിവേപ്പില മൊത്തം ചീത്തയായി പോയായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തപ്പം നന്നായിട്ട് കിളിർത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് പൊട്ടാറ്റോ ആട്ടോ. അത് ഞാനിവിടെ നമ്മൾ പൊട്ടാറ്റോ മേടിച്ചിട്ട് മുളച്ച് കഴിയുമ്പം അത് കട്ട് ചെയ്ത് നട്ടതാണേ. ഇത് ക്യാപ്സിക്കത്തിൻ്റെ ചെടിയാണ്. നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ച ക്യാപ്സിക്കത്തിൻ്റെ അരി മുളപ്പിച്ചുണ്ടായതാണ് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ ഇതുപോലെ അരിയിട്ട് മുളപ്പിക്കുമായിരുന്നു. പക്ഷെ ഒത്തിരി തൈകളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇതുവരെ ഒരു ക്യാപ്സിക്കം പോലും ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ഉണ്ടായതായത്, അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇത് നമ്മുടെ പുതിന. ഇത് നന്നായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. സമ്മറിലൊക്കെ ആണെങ്കിൽ പോലും ഒരു കുഴപ്പവും പറ്റാറില്ല. ഒരു ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ മതി. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കാതിരുന്നാൽ മതി. ഇതും അതുപോലെ വീട്ടിലെ ആവശ്യത്തിന് മേടിച്ച പുതിനയുടെ തണ്ട് കൊണ്ട് മുളപ്പിച്ചെടുത്താണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ അലോവേര. നേരത്തെ വീഡിയോയിൽ കാണിച്ച സെയിം തന്നെയാണ് കേട്ടോ. അതിൽ നിന്ന് കുറേ തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വേറെ മാറ്റി നട്ടിട്ടുണ്ട്. ഇത് ഞാൻ നഴ്സറി പോയപ്പോൾ മേടിച്ചൊരു ചെടിയാണ്. അതിൻ്റെ പൂക്കൾ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ ആറ്റുനോറ്റ് നട്ട എൻ്റെ മല്ലിയായിരുന്നു. ഇതിനകത്ത് കുറേ ഇൻസെക്റ്റൊക്കെ വന്നിട്ട് അത് മൊത്തം നശിച്ചു പോയി. കുറേ പ്രാവശ്യം നട്ടിട്ട് മുളയ്ക്കാതിരുന്നിട്ട് പിന്നെ ഉണ്ടായി വന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ വാഴ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഴവിത്ത് മുളപ്പിച്ച് അങ്ങനെ ഉണ്ടായതാട്ടോ. ഇത് പനിക്കൂർക്കയാണ്. ഇതൊരു പേരകം മുളച്ചു വന്നതാണ് കേട്ടോ. പിന്നെ ഇതൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലും പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് മൊത്തം ഉണങ്ങിപ്പോയി. എന്നിട്ട് അത് വെട്ടിക്കളഞ്ഞിട്ട് രണ്ടാമതും ഉണ്ടായി വന്നാട്ടോ ഇത്. ഇത് മുളകിൻ്റെ ചെടി. അപ്പോൾ ഇതിനകത്ത് ഇതുവരെ മുളകുണ്ടായിട്ടില്ല. ഇതിൻ്റെ ഇലയെല്ലാം മൊത്തം ചുരുണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ദിവസം കഞ്ഞിവെള്ളത്തിലിട്ട് നന്നായിട്ട് പൊളിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മുളകിന്. കഴിഞ്ഞ പ്രാവശ്യം കുറേ മുളകുണ്ടായിട്ടുണ്ടായിരുന്നു. കാശ്മീരി മുളകിൻ്റെ അരിയില്ലേ, അതിട്ട് കൊടുത്തിട്ട് നല്ല നീളമുള്ള ടൈപ്പ് മുളക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇലയിലൊക്കെ കണ്ടോ എന്തോ ഒരു കട്ട് ചെയ്ത പോലെ കാണുന്നുണ്ട് കുറേ ദിവസമായിട്ട്. എന്താണെന്നറിയില്ല, പുഴുവിനെ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഒരു ചെറിയ ടൈപ്പ് കിളിയുടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അവരുടെ പണിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പൈനാപ്പിളിൻ്റെ ചെടി ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു 1.5 വർഷമൊക്കെ ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഇതിലൊരു പൈനാപ്പിൾ ഉണ്ടായത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കും അതെ, പിള്ളേർക്കും എല്ലാവർക്കും അതായിരുന്നു. ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോൾ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ. സ്മൈൽ പ്ലീസ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.